ഇന്ത്യയുമായി സമാധാന ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന പാകിസ്ഥാന്റെ പ്രതികരണം വരുന്നുണ്ട്. ആ, ഇത്ര ദിവസവും ഈ സിന്ധു നദീജല കരാർ റദ്ദാക്കിയതടക്കം ആ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന അഭ്യർത്ഥനയൊക്കെ മുന്നോട്ട് വെച്ചെങ്കിലും ഇന്ത്യ നയതന്ത്ര തലത്തിൽ ഇനി ഒരു ചർച്ചയുണ്ടെങ്കിൽ അത് ഈ ഭീകരവാദം അവസാനിപ്പിച്ച ശേഷം, അതിനെ പിന്തുണയ്ക്കുന്ന നിലപാട് അവസാനിപ്പിച്ച ശേഷം മാത്രമെന്ന് പറഞ്ഞതാണ്. ഒപ്പം പാക് അധിനിവേശ കാശ്മീരിന്റെ കാര്യത്തിൽ മാത്രമേ ഇനി ചർച്ചയുള്ളൂ എന്നും വ്യക്തമാക്കിയതാണ്. ഇപ്പോൾ ഏതായാലും സമാധാന ചർച്ച എന്നൊരു ആവശ്യവുമായി പാകിസ്ഥാൻ മുന്നോട്ട് വരുന്നു. ആർ അച്യുതൻ ചേരുന്നു ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. അച്യുതൻ, ആരാണ് ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത്? അയഞ്ഞു വരികയാണോ പാകിസ്ഥാൻ? ഗൂഗിൾ നിവർത്തിയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ സിന്ധു നദീജല കരാർ അടക്കം ഇന്ത്യ മരവിപ്പിച്ച സാഹചര്യത്തിൽ ഈ പാകിസ്ഥാന്റെ സിന്ധ് മേഖല വരൾച്ച നേരിടുന്നുണ്ട്. അത് ഇന്ത്യ സ്വീകരിച്ച ഒരു നയമായിരുന്നു. ഈ പാകിസ്ഥാൻ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഇന്ത്യ സ്വീകരിച്ച നയമാണ് ഈ സിന്ധു നദീജല കരാർ മരവിപ്പിച്ച നടപടി പിൻവലിക്കില്ല എന്നുള്ളത്. അത് പാകിസ്ഥാൻ ഭീകരവാദത്തെ തടയുന്നത് വരെ ആ ഒരു നടപടിയുമായി മുന്നോട്ട് പോകും എന്നാണ് ഇന്ത്യ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും അത്തരമൊരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫ് പറയുന്നത് ഇന്ത്യയുമായി സമാധാന ചർച്ചകളിൽ ഏർപ്പെടാൻ തയ്യാറാണ് എന്ന ഒരു കാര്യം അദ്ദേഹം ഇപ്പോൾ പറഞ്ഞതായി അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. റോയിറ്റേഴ്സ് അടക്കമുള്ള അന്തർദേശീയ മാധ്യമങ്ങളാണ് ഇതിപ്പോൾ ഇത്തരമൊരു കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഷെഹ്ബാസ് ഷെരീഫാണ് അത്തരമൊരു താല്പര്യം നേരിട്ട് അറിയിച്ചിരിക്കുന്നത്. സമാധാന ചർച്ചകളിൽ ഏർപ്പെടാം എന്ന കാര്യം നമുക്കറിയാം. നേരത്തെ ഈ സിന്ധു നദീജല കരാർ മരവിപ്പിച്ച ഇന്ത്യയുടെ നടപടി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് പാകിസ്ഥാൻ ഔദ്യോഗികമായ ഒരു കത്ത് ഇന്ത്യക്ക് നൽകിയിരുന്നു. അതിൽ പറയുന്നത് ഈ സിന്ധ് മേഖല വരൾച്ച നേരിടുന്നുണ്ട്, ഈ നടപടി പിൻവലിച്ചുകൊണ്ട് ഈ പാകിസ്ഥാനോട് കരുണ കാണിക്കണം എന്നായിരുന്നു അഭ്യർത്ഥന. എന്നാൽ അതിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കിയത് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല, പാകിസ്ഥാൻ ഭീകരവാദം അവസാനിപ്പിക്കുന്നതുവരെ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നാണ് ഇന്ത്യ അറിയിച്ചിരിക്കുന്ന നിലപാട്. എന്തായാലും അത്തരത്തിൽ കടുത്ത നടപടി ഇന്ത്യ പാകിസ്ഥാനെതിരെ സ്വീകരിച്ച ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫ് ഇപ്പോൾ സമാധാന ചർച്ചകൾക്ക് തയ്യാറാകാം എന്നൊരു താല്പര്യം അറിയിച്ചിരിക്കുന്നു. ശരി, അതിർത്തി സംഘർഷത്തിന്റെ സാഹചര്യത്തിലൊക്കെ വലിയ ഗോഗാവിളി മുഴക്കിയ ആളുകളാണ് പാകിസ്ഥാന്റെ ഖ്വാജ ആസിഫ് അടക്കമുള്ള മന്ത്രിമാർ. ഇപ്പോൾ പാക് പ്രധാനമന്ത്രി തന്നെ സമാധാന ചർച്ചയ്ക്ക് തയ്യാറെന്ന നിർദ്ദേശവുമായി മുന്നോട്ട് വന്നിരിക്കുന്നു.